ആദിവാസി വിഭാഗങ്ങളുടെ വിശ്വാസ ആചാരസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഭൂമിയും സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്നും ഇവയുടെ സംരക്ഷണത്തിനും വികസനത്തിനും ക്ഷേമ ബോർഡിന് രൂപം നൽകണമെന്നും വിവിധ ദളിത് ആദിവാസി സംഘടനകൾ ആവശ്യപ്പെട്ടു. സർക്കാരിൻ്റെ ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യലും പട്ടയമിഷൻ പരിപാടിയും ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ വിശ്വാസ സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണമാകും. കാവ്, പതി, കോട്ടങ്ങൾക്കും ശ്മശാനങ്ങൾക്കും കരമടയ്ക്കുന്ന നിലയിൽ ഭൂരേഖകൾ നൽകിയിട്ടില്ലെന്നും ദളിത് ആദിവാസി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇത്തരം വിശ്വാസ സ്ഥാപനങ്ങളെക്കുറിച്ച് വിശദമായ ഒരു പഠന റിപ്പോർട്ട് ദളിത് ആദിവാസി സംഘടനകളും ആചാരസ്ഥാനീയരും കാവ്, കോട്ടം, പതികളുടെ സംരക്ഷണ കമ്മിറ്റികളും ഉൾപ്പെടുന്ന സമിതി തയ്യാറാക്കും. പൊതുവിൽ വലിയൊരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുക. കയ്യേറ്റം അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള പ്രത്യക്ഷവും പരോക്ഷമായിട്ടുള്ള ശ്രമം തുടങ്ങിയവ കുറേ കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളുടെ, കാവുകളുടെയും കോട്ടങ്ങളുടെയും പതികളുടെയും അവരുടെ പാരമ്പര്യ ശവസംസ്കാരം നടത്തുന്ന ശ്മശാനങ്ങൾ, ഇവയുടെ കൃത്യമായൊരു കണക്കെടുപ്പ് പോലും ഗവൺമെൻറ് ഇപ്പോഴും നടത്തിയിട്ടില്ല. 1960 ശേഷം, പ്രത്യേകിച്ചും ഭൂപരിഷ്കരണത്തിന് ശേഷം ഇത് അന്യം നിന്ന് പോകുന്ന വലിയൊരു പ്രതിഭാസം കേരളത്തിലുണ്ടായിട്ടുണ്ട്. നിയമനിർമ്മാണത്തിൻ്റെ മുന്നോടിയായി സമഗ്രമായ ഒരു സർക്കാർ ഉത്തരവോ പുറപ്പെടുവിക്കാനും സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും നേതാക്കൾ പറഞ്ഞു. ആദിവാസി ഗോത്ര മഹാസഭ സംസ്ഥാന കോർഡിനേറ്റർ എം ഗീതാനന്ദൻ, ആദിജനസഭ ചെയർമാൻ VC സുനിൽ, CSDS വൈക്കം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കുഞ്ഞുമോൻ പുളിക്കൽ, ഇൻഡിജനസ് വുമൺ കളക്റ്റീവ് സംസ്ഥാന കോർഡിനേറ്റർ ഷീബ CK, എഴുമറ്റം കോയിപ്പള്ളിക്കാവ് സംരക്ഷണ സമിതി സെക്രട്ടറി TK രാധാമണി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.